ഇഷ്ടപ്പെട്ട തന്നെ കിട്ടണം. കിട്ടും, റോയ്ച്ചന് ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടും. എന്താ നേഹ വിളിച്ചത്? സോറി, അറിയാതെ. അയ്യോ, ഒരു കുഴപ്പമില്ല, വിളിച്ചോ, ഇനി വിളിച്ചോ. അല്ല, റോയിച്ച എന്നെ വിളിച്ചായിരുന്ന? എന്താടാ തെണ്ടി, ഇവളെ വളച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത്? ഫ്ലേട്ടിൽ നിനക്കൊക്കെ മാത്രം സൈസാവുന്ന പണിയാന്നോ? തെറ്റിപ്പോയി മോനെ. എന്റെ റോയിച്ച, തനിക്ക് നാണമില്ലടോ കണ്ട പെൺപിള്ളേരെ വളയ്ക്കാൻ. കഷ്ടപ്പെട്ട് ഓവർ ടൈമും ഹാർഡ് വർക്കും ചെയ്ത് ഒരു ലൈൻ വലിച്ചുകൊണ്ട് വരുമ്പോ അതിനിടയിൽ കയറി എന്തിനാ റോയിച്ച അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്? എക്സ്ക്യൂസ് മീ. യെസ് നേഹ. ഇതാരാ? ഇത് ഇവൻ പിന്നെ എന്റെ അനിയന, ബ്രദർ. അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ ഇതോ? ഓ, ഇതും വന്നോ? ഇവൻ പിന്നെ ഞങ്ങളുടെ പ്രത്യേകിച്ച് പോസ്റ്റ് ഒന്നുമില്ല. ഇവൻ പിന്നെ എന്റെ ആരുമല്ല. നീ കരയല്ലടാ. നേഹ, ഇതും എൻ്റെ ഒരു അനിയനാണ്. ആളൊരു കലാകാരനാണ്. സിനിമയില് ചാൻസ് ചോദിച്ചിടകളാണ് പ്രധാന പണി. എനിക്കറിയാം, എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓഹോ, ഇപ്പൊ ഉറപ്പിച്ചാണല്ലോ. ആളൊരു പാവോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കണം. തീർച്ചയായും. അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്നോട് മാത്രമായിട്ടൊരു പടക്കം വേണോ? ഇറ്റ്സ് ഓക്കേ ടോണി, ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പൊ നേഹ, നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ? തീർച്ചയായും. താങ്ക് യു സോ മച്ച്. എനിക്കൊരൊറ്റ കണ്ടീഷനുള്ളൂ. കൺസെപ്റ്റ് വരുമ്പോ ഇവനെയും കൂടി മോഡലായിട്ട് ഉൾപ്പെടുത്തണം. അത്രേ ഉള്ളൂ. ഓ ഷുവർ. നിന്റെ അഭിനയ ജീവിതത്തിന് ഇതൊരു തുടക്കമാട്ടെ. എടാ ടോണി, എനിക്കിപ്പോ നിന്നോട് അസൂയ തോന്നുന്നേ. ഇതുപോലൊരു ഏട്ടനെ ഞങ്ങൾക്കാർക്കും ദൈവം തന്നില്ലല്ലോടാ. എടാ, ദൈവത്തിന് ചിലപ്പോ മാത്രം പറ്റുന്നൊരു അബദ്ധാടാ.